ഈ കപ്പൽ അപകടത്തിൽ ആശങ്കയൊഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഈ മലിനീകരണ ഭീഷണിയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വെല്ലുവിളിയായി വരുന്നത്. അപകട സ്ഥലത്തെ സർവേക്ക് ഇന്ന് തുടക്കമാവുകയും ചെയ്യുന്നുണ്ട്. കാൽസ്യം കാർബൈഡും ഒപ്പം റബ്ബർ കെമിക്കലും 13 കണ്ടെയ്നറുകളിലാണ് ഉള്ളത്. ഇതിൽ കടലിൽ വീണത് 5 എണ്ണമാണ്. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കാൻ അടിയന്തര നടപടികൾ എടുക്കുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്വാതനയും സജോയും തുടരുന്നുണ്ട്. സ്വാതനയിലേക്ക് പോകാം. ആദ്യം സ്വാതന, ഇതിപ്പോൾ ഈ മാലിന്യം നീക്കുന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള കാര്യം. അതിനുള്ള ഒരു നടപടികൾ എങ്ങനെയാണ്? അത് ശാസ്ത്രീയമായി നീക്കാൻ വേണ്ട നടപടികൾ അത് ഏത് രീതിയിലാണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ ആദ്യ ദിവസങ്ങൾ നമ്മൾ ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടത് അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. 54 കണ്ടെയ്നറുകളാണ് തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ 9 എണ്ണം തിരുവനന്തപുരം ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വെള്ള ഉപ്പ് പോലെയുള്ള വസ്തുക്കൾ പല തീരങ്ങളിലും ഇങ്ങനെ അടിഞ്ഞ് കിടക്കുകയാണ്. അത് ഈ ആളുകൾ കൗതുകത്തിന്റെ പുറത്ത് അങ്ങോട്ടേക്ക് പോകുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ പോകാൻ പാടില്ല, 200 മീറ്റർ അകലം പാലിക്കണം, ഒരു തരത്തിലും അതിനടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയതിന് പിന്നാലെ തന്നെ ഇന്നലെ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും പലയിടങ്ങളിലും നടന്നില്ല. പക്ഷേ മാലിന്യ പ്രശ്നം വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ മന്ത്രിയുമായി ഒരു അടിയന്തര യോഗം മത്സ്യത്തൊഴിലാളികൾ ചേർന്നിട്ടുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു യോഗം നടന്നത്. ആ യോഗത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കണം എന്നുള്ളൊരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പ്രധാനമായി മുന്നോട്ടേക്ക് വെച്ചത്. കാരണം വലിയ രീതിയിലുള്ള ആശങ്ക അവർക്കിടയിലുണ്ട്. ഈ മത്സ്യബന്ധനത്തിൽ നടത്താൻ പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ മാലിന്യം ഇത്തരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ കണ്ടെയ്നറുകൾ കടലിൽ പലയിടങ്ങളിലായി പതിച്ചു കിടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവരോട് പ്രത്യേകമായ ഒരു ജാഗ്രത പുലർത്തണം എന്നൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. അപ്പോൾ ഈ തീരത്ത് കൂടി ഇത്തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. ഈ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ അത് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകളും മത്സ്യം വാങ്ങുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങളും ഇന്നലെ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ വർക്കല തീരത്തൊക്കെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ കോവളം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു തീരമാണ് പാപനാശം വർക്കല തീരമെന്ന് പറയുന്നത്. അവിടേക്ക് വലിയ രീതിയിൽ ഇത്തരത്തിൽ ഉപ്പ് പോലെയുള്ള മാലിന്യം അടിഞ്ഞ് കൂടി കിടക്കുകയാണ്. അത് എടുത്തു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഇന്ന് മുതൽക്ക് തന്നെ കൃത്യമായി അത് എടുത്ത് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെയും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ തന്നെയും സഹായത്തോടു കൂടിയായിരിക്കും അത് എടുത്തു മാറ്റുക. കൃത്യമായ രീതിയിൽ തന്നെ അവയെ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളും എടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ തന്നെയും വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ. പ്രത്യേകിച്ച് ആശങ്ക മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ്. പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ആശങ്കയൊന്നും വേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഇത് അവിടേക്ക് പോകുകയോ അതിൽ തൊടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പും ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ശരി, നമുക്ക് സജോ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഈ അപകട സ്ഥലത്ത് സർവേക്ക് എന്ന് തുടക്കമാകും. സജോ, എങ്ങനെയായിരിക്കും ഈ സർവേ നടക്കുക? വെങ്കിശ്രുതി, അതായത് കൊച്ചി പുറംകടലിലാണ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ, ആലപ്പുഴയിലെ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെ ഈ സ്ഥലത്താണ് അപകടമുണ്ടായത്. അതിൽ നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ട്, ഒഴുകി നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങിപ്പോയി. കപ്പലിൽ ഉറപ്പിച്ച നിലയിലുള്ള കണ്ടെയ്നറുകളും നിലവിൽ കടലിൻ്റെ അടിത്തട്ട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇതിൽ പുറത്ത് സർഫേസിൽ, അതായത് പുറം ഭാഗത്തെ കടലിൻ്റെ മേൽത്തട്ടിൽ ഒഴുകി നടക്കുന്ന ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്യണം. ഒപ്പം അതിൻ്റെ കപ്പലിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്ന ഇന്ധനവും പൂർണ്ണമായി നീക്കം ചെയ്യണം. അതിനാണ് പ്രഥമ പരിഗണന എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചത്. ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കപ്പലിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഇന്ധനം അതിന് അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്, അത് പൂർണ്ണമായും അവിടെ നിന്ന് നീക്കി സുരക്ഷിതമായി മാറ്റണം. അത് കടലിലേക്ക് വീണ്ടും പോകുന്നത് കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മത്സ്യസമ്പത്തിനൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കും. ഇപ്പോൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത്, ഈ ദൗത്യം എന്നത് 2 നിലയ്ക്കാണ്. ഒന്ന്, ഷിപ്പിംഗ് മന്ത്രാലയം അടക്കം നിർദ്ദേശിച്ചത് പ്രകാരം ഈ കപ്പൽ കമ്പനി, അതായത് MSC എൽസ 3യുടെ മാതൃ കമ്പനി അവിടെ TNT സാൽവേജ് എന്ന കമ്പനിയെ നിയോഗിച്ചിട്ടുണ്ട്. 108 പേരടങ്ങുന്ന ദൗത്യ സംഘം അവിടെ ഇതിനുവേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനം, നീക്കം എന്നിവയ്ക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇത് മുഴുവനായും ഏകോപിപ്പിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ICG സഖ്യം നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. മുംബൈയിൽ നിന്നെത്തിയ സമുദ്രപ്രഹരി അടക്കമുള്ള വിവിധ വെസലുകൾ അവിടെ തന്നെ തുടരുന്നുണ്ട്. അത് ഈ പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷൻ ഉള്ള വെസലുകളാണ്. അവരുടെ പ്രവർത്തനം അവിടെ സജീവമായി തുടരും.
വരും. ഇന്ന് അതിൽ പ്രധാനമായും കാണേണ്ടത് ഈ കപ്പലിന്റെ സാന്നിധ്യം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി 54 കണ്ടെയ്നറുകളാണ് ഇതുവരെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലായി അടിഞ്ഞത്. അവയിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കാർഗോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ 13 അപകടകരമായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കാൽസ്യം കാർബൈഡ്, റബ്ബർ കെമിക്കലും ഒക്കെയാണ്. അതിൽ തന്നെ 5 എണ്ണം കടലിലേക്ക് മുങ്ങുന്നതിന് മുൻപ് പതിച്ചിരുന്നു എന്നതാണ് നിഗമനം. അങ്ങനെയെങ്കിൽ അവ എവിടെ എന്നൊരു സുപ്രധാന ചോദ്യമുണ്ട്. അവ കടലിന്റെ മേൽത്തട്ടിൽ ആ ഭാഗത്തൊഴുകി നടക്കുകയാണല്ലോ, അതല്ല അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടോ, കപ്പലിന്റെ സാന്നിധ്യം ഏത് നിലയ്ക്കാണുള്ളത്, ഇവ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സൈറ്റ് സർവേക്ക് തുടക്കമാവുക. ആ സർവേ സെറ്റപ്പ് ഉൾപ്പെടെയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇന്ന് തുടക്കുക. നാളെയാണ് യഥാർത്ഥത്തിൽ സ്കാനിംഗ് ഉൾപ്പെടെ അടിത്തട്ടിൽ വിശദമായ പരിശോധനയിലേക്ക് പോവുക. അങ്ങനെ പൂർണ്ണമായും, അതായത് കടലിൽ വീണ കണ്ടെയ്നർ അടക്കം മുഴുവൻ കണ്ടെയ്നറുകളും പൂർണ്ണമായും നീക്കണം. മേൽത്തട്ടിലുള്ള മറ്റു മാലിന്യങ്ങൾ നീക്കണം. മറ്റിടങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കി നിർമ്മാർജ്ജനം ചെയ്യണം. അതിനുശേഷം കപ്പലിലുള്ള കണ്ടെയ്നറുകൾ പൂർണ്ണമായും പുറത്തെടുത്ത് നീക്കം ചെയ്യുമെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നത്. അതോടൊപ്പം അതിനുശേഷം അതിനുശേഷം ഇന്ധനം നീക്കും. ഇവയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം കപ്പൽ ഉയർത്തി മാറ്റാൻ ശ്രമിക്കും. അത് സാധ്യമാകുന്നില്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതം ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവിടെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിക്കും വിധമോ സംസ്കരിക്കും വിധമോ ഉള്ള ക്രമീകരണം ഒരുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഒപ്പം അപകട കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങിയതിൽ നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നതിൽ ഈ ബല്ലാസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് കപ്പലിന്റെ ബാലൻസ് ഉറപ്പാക്കുന്ന സംവിധാനമാണ്, അതിലെ സാങ്കേതിക തകരാറോ ഓപ്പറേഷണൽ ഫെയിലിയറോ ആണ് അപകട കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അതിൽ വിശദമായ അന്വേഷണം നടത്തും. രാജ്യാന്തര മാനദണ്ഡങ്ങൾ ഈ പാലിക്കുന്നതിൽ കപ്പൽ കമ്പനിയോ ഈ കപ്പലോ വീഴ്ച വരുത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്തിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. കാരണം ആ മേഖലയിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട്. ഒപ്പം തീരത്തേക്ക് വന്ന മാലിന്യ നിർമ്മാർജ്ജനം എന്നത് വലിയ ദൗത്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിയമോപദേശം സംസ്ഥാന സർക്കാർ AGയോട് തേടിയിട്ടുണ്ട്. ആ കേസുമായി മുന്നോട്ട് പോകാം. കേന്ദ്രം ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കും. അവിടെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. അത് കൂടാതെ രാജ്യത്തിന് പൊതുവിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. കാരണം കടലിൽ അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. അതുകൊണ്ട് സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ട്. തീരത്തേക്ക് എത്തുമോ, കൂടുതൽ അപകട സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ. അതിൽ ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, നിലവിലെ സാഹചര്യത്തിൽ മറ്റ് ആശങ്കകൾ വേണ്ട, അത് എഡിബിൾ ആണോ, ഈ ഭക്ഷ്യയോഗ്യമാകുമോ ഈ മത്സ്യം ആ പ്രദേശത്തൊക്കെ എന്ന ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആശങ്ക വേണ്ട എന്നതാണ് ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഇനി പൂർത്തീകരിക്കേണ്ടത് വലിയ ദൗത്യമാണ്. ഇതിൽ ജൂലൈ 3-നകം ഏതെങ്കിലും നിലയ്ക്ക് ജൂലൈ 3-നകം തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. അതേസമയം അതിനുശേഷം ഒരുപക്ഷെ ദൗത്യം നീണ്ടുപോയേക്കാം, ആ കപ്പൽ ഉയർത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ. പക്ഷേ ഈ മാലിന്യ നീക്കം എന്നത് പൂർണ്ണമായും ജൂലൈ 3-നകം പൂർത്തീകരിക്കുക എന്നതാണ് ദൗത്യം. കമ്പനി നിയോഗിച്ച TND സാൽവേജ്, അത് 108 അംഗ ദൗത്യസംഘം, അതുകൂടാതെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അത് പൂർണ്ണമായും നിരീക്ഷിക്കും എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അതിലാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം, ഈ ഏറ്റവും അപകടകരമായ ഈ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അവ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു ചിത്രം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ സൈറ്റ് സർവേയും ഈ കടലിൻ്റെ അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ ബെഡിലുള്ള മാപ്പിങ്ങും സ്കാനിങ്ങും നടത്തുക. അത് ആ നിലയ്ക്ക് ശാസ്ത്രീയമായി അത് പൂർണ്ണമായും അതിന് വിലയിരുത്തലിന് ശേഷം കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോവുക എന്ന തീരുമാനമാണ് ഇപ്പോഴുള്ളത്. അത് ജൂലൈ 3-നകം പൂർത്തീകരിക്കും. ഇന്ന് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഓക്കെ സജോ.